പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തിരിച്ചടി. കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. ഇക്കാര്യം ഹൈക്കമാൻഡ് കെ സുധാകരനെ അറിയിച്ചു. സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കും. പുനഃസംഘടന നടപടികളുമായി മുന്നോട്ടു പോകാൻ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം. നിർബൻ ചേരുകയാണ്. നിർബൻ, ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വി.ഡി. സതീശന് നേരിട്ടിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ സുധാകരനെ മാറ്റണമെന്നടക്കമുള്ള നിർദ്ദേശം സതീശൻ മുന്നോട്ട് വെച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിര സംഘടനാ ചുമതലയുള്ള പ്രത്യേകിച്ച് പലതരത്തിൽ AICC ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ വെവ്വേറെ പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് ദീപാദാസ് മുൻഷി. അവർ കേരളത്തിലെത്തി വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. അത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയമാണ് നടത്തിയത്. ഇതിനുശേഷം കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണമുണ്ടായി. ഇക്കാര്യത്തിൽ കെ സുധാകരൻ പൂർണ്ണമായി അതൃപ്തനായിരുന്നു. അങ്ങനെ തന്നെ മാത്രം മാറ്റുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന സൂചന കൂടി കെ സുധാകരൻ്റെ അനുയായികളുടെ അടുത്ത അനുയായികളുടെ ഭാഗത്ത് നിന്ന് പരസ്യമായ അല്ലെങ്കിലും അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കെ സുധാകരനുമായി കണ്ണൂരിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന് മുന്നോടിയായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കെ സുധാകരനെ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് നിലവിൽ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുവന്ന പ്രചരണം തെറ്റാണ് എന്നതാണ്. ഹൈക്കമാൻഡ് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നില്ല. അത് അങ്ങനെ ഒരു പ്രചരണം വരുന്നത് വസ്തുതാ വിരുദ്ധമാണ്. താങ്കൾ ഈ പറഞ്ഞ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാം എന്ന തരത്തിലുള്ള അറിയിപ്പ് കെ സുധാകരൻ നൽകി എന്നതാണ് നമുക്ക് പുതിയ വാർത്തയായി കൂട്ടിച്ചേർക്കാനുള്ളത്. അങ്ങനെ കെ സുധാകരനെ ഈ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് തൽക്കാലം മാറ്റുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പാർട്ടിയും സംവിധാനവും സംഘടനാ സംവിധാനങ്ങളും പോകേണ്ട ഘട്ടമാണ്. അതുകൊണ്ട് കെ സുധാകരൻ തുടർന്ന് തന്നെ ഒഴിവുകൾ നികത്തി ഒപ്പം തന്നെ കാര്യക്ഷമമല്ലാത്ത നല്ല സജീവമായി പ്രവർത്തിക്കാത്ത KPCC ഭാരവാഹികളെ ഒഴിവാക്കി പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഒപ്പം തന്നെ 2 DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാവും. ഒന്ന് വയനാടാണ് DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിലെ DCC അധ്യക്ഷനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് വയനാട് DCC അധ്യക്ഷനെ മാറ്റും. ഒപ്പം തന്നെ തൃശ്ശൂരിൽ തോൽവിയുമായി ബന്ധപ്പെട്ട് നിലവിൽ അവിടുത്തെ DCC അധ്യക്ഷനെ മാറ്റി പുതിയ DCC അധ്യക്ഷൻ വരും. ഒപ്പം തന്നെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത പരാതി ഉയർന്ന മറ്റു പല DCC അധ്യക്ഷന്മാരെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആശയവിനിമയമായിരിക്കും നാളെ KC വേണുഗോപാലുമായി അവിടെ നടത്തുക, കണ്ണൂരിൽ നടത്തുക. ഇതിനുശേഷം സുധാകരൻ പദവി ഒഴിയും എന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് തന്നെയാണ് ഹൈക്കമാൻഡ് സുധാകരനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വി ഡി സതീശൻ്റെ ഏറ്റവും ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണം എന്നതായിരുന്നു. പക്ഷേ അത് ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല. അത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം KPCC യോഗത്തിൽ പോലും കെ സുധാകരനൊപ്പം ഇരിക്കാൻ തയ്യാറാകാതെ KPCC യോഗം അദ്ദേഹം ബഹിഷ്കരിക്കുന്നു. ഒപ്പം തന്നെ സംയുക്ത വാർത്താ സമ്മേളനം പറഞ്ഞിട്ട് പോലും കെ സുധാകരനൊപ്പം ഇരുന്ന് വാർത്താ സമ്മേളനം നടത്താൻ വി.ഡി. സതീശൻ തയ്യാറായിരുന്നില്ല. കെ സുധാകരനെ മാറ്റണമെന്ന ഒറ്റ നിലപാടിൽ വി.ഡി. സതീശൻ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ തിരിച്ചടിയാണ് വി.ഡി. സതീശനെ നേരിട്ടിട്ടുള്ളത്. കെ സുധാകരൻ പദവിയിൽ തുടരും, മറ്റ് ഒഴിവുകൾ നികത്തും, ഏറ്റവും നിഷ്ക്രിയമായ സജീവമല്ലാത്ത KPCC അംഗങ്ങൾ ഒഴിവാക്കും. 2 DCC അധ്യക്ഷന്മാരെ ഉടൻ തന്നെ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. പുനഃസംഘടന എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് നിലവിൽ KPCC പോകുന്നില്ല. ഈ പറഞ്ഞ കെ സുധാകരൻ തുടരും എന്നതാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. നിർബൻ, അതോടൊപ്പം തന്നെ ഈ നേതാക്കൾ തമ്മിലുള്ള അനൈക്യം അത് പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ്. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലൊരു തീരുമാനം അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ 2 നേതാക്കൾ തമ്മിലുള്ള സമവായമടക്കം നിലനിർത്തുക അല്ലെങ്കിൽ ഒരു ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ഹൈക്കമാൻഡിനടക്കം വലിയ തരത്തിലൊരു വെല്ലുവിളി നേരിടുന്ന സാഹചര്യം കൂടിയുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളി കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് KPCC അനുഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 നേതാക്കൾ തമ്മിലുള്ള അനൈക്യമാണ്. അത് ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് നേതാക്കളെ വെവ്വേറെ കണ്ടപ്പോൾ സീനിയർ നേതാക്കളടക്കം പറഞ്ഞത് അനൈക്യമുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അനൈക്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് എന്ന് ചില നേതാക്കൾ ഹൈക്കമാൻഡിനോട് പറയുകയും ചെയ്തു. കാരണം പൂർണ്ണമായി KPCCയുമായി സഹകരിക്കാതെ മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. KPCC യോഗത്തിൽ പോലും പാർട്ടി പരിപാടികൾ വി.ഡി. സതീശൻ തന്നെ പ്രഖ്യാപിക്കുന്നു.
അതാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ 63 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ച ഒരുക്കങ്ങൾ താൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തി KPCC അധ്യക്ഷന് നിലവിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ യോജിച്ചു പോകാത്തൊരവസ്ഥ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് ഇരുവിഭാഗം നേതാക്കളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുക, തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുക എന്ന നിലപാടാണ് ഇപ്പോൾ KPCC ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ അത്തരത്തിലുള്ള ചർച്ചയാണ് ഉണ്ടാകുക. വലിയ തരത്തിൽ വ്യാപകമായി പ്രചരണം നടന്ന കെ സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുന്നു എന്ന കാര്യം വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് ഹൈക്കമാൻഡ് കെ സുധാകരനെ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രണ്ട് നേതാക്കളെയും സമവായമായി ഒന്നിച്ചിരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ ബാക്കി പുനഃസംഘടനകൾ പൂർത്തിയാക്കി പാർട്ടിയെ സംഘടനയെയും ബൂത്തടിസ്ഥാനത്തിൽ ഒരുക്കുക എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആതിര. ശരി, നിർമ്മൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നൊരു കാര്യം വന്നിരിക്കുന്നു. കാര്യം ഹൈക്കമാൻഡ് കെ സുധാകരനെ അറിയിച്ചിരിക്കുകയാണ്. സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുനഃസംഘടന നടപടികളുമായി മുന്നോട്ടു പോകാൻ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിർമ്മനാണ് വിശദാംശങ്ങൾ നൽകിയത്.